ISROയുടെ വിജയ കിരീടത്തിൽ ഇതാ ഒരു പൊൻതൂവൽ കൂടി. ലണ്ടൻ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻസ് കമ്പനിയായ വൺവെബ് നെറ്റ്വർക്ക് ആക്സസ് അസോസിയേറ്റ്സ് ലിമിറ്റഡിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചുകൊണ്ട് വാണിജ്യ വിക്ഷേപണ രംഗത്ത് സുപ്രധാന കാൽവെപ്പ് നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. വൺവെബ് ഇന്ത്യ 2 മിഷന്റെ ഭാഗമായി ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 അഥവാ LVM-3 റോക്കറ്റ് ഉപയോഗിച്ച് മാർച്ച് 26-നാണ് 36 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും. ISROയുടെ വാണിജ്യ സ്ഥാപനമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് NSIL-യുമായുള്ള സഹകരണത്തിൽ ഇതോടെ 2 വിക്ഷേപണങ്ങളിലായി 72 ഉപഗ്രഹങ്ങളാണ് വൺവെബ് താഴ്ന്ന ഭ്രമണപഥത്തിൽ എത്തിച്ചത്. നേരത്തെ 2022 ഒക്ടോബർ 23-ന് വൺവെബ് ഇന്ത്യ 1 മിഷനിലൂടെ 36 സാറ്റലൈറ്റ്സ് ISRO താഴ്ന്ന ഭ്രമണപഥത്തിൽ എത്തിച്ചിരുന്നു. മുൻപ് ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 GSLV മാർക്ക് 3 എന്നറിയപ്പെട്ടിരുന്ന LVM-3 ഏറ്റവും കൂടുതൽ പേലോഡ് കപ്പാസിറ്റിയുള്ള ISROയുടെ വിക്ഷേപണ വാഹനമാണ്. വൺവെബ് ഇന്ത്യ 2 മിഷനിൽ 5805 കിലോഗ്രാം പേലോഡും വഹിച്ചുകൊണ്ടാണ് LVM-3 പറന്നുയർന്നത്. ISRO ഇതുവരെ വിക്ഷേപിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭാരമുള്ള പേലോഡാണിത്. വൺവെബിന്റെ തുടർച്ചയായ 2 വാണിജ്യ വിക്ഷേപണങ്ങളും വിജയിപ്പിക്കാനായത് ISROയെ സംബന്ധിച്ച് സുപ്രധാന നേട്ടമാണ്. ISROയ്ക്ക് കൂടുതൽ കരുത്തും ഊർജവും പകരാൻ വൺവെബ് ഇന്ത്യ മിഷൻ വിജയങ്ങൾ തീർച്ചയായും സഹായിക്കും.